ഓസ്ട്രേലിയയിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് സാധാരണയായി നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫീൽഡാണെങ്കിൽ, ഒരു ടെക്നിക്കൽ ഫീൽഡോ അല്ലെങ്കിൽ വേറെ ഏത് ഫീൽഡായി ഏത് കാറ്റഗറി ആയിക്കോട്ടെ, ആ കാറ്റഗറിക്ക് ആപ്റ്റായിട്ടുള്ള റെസ്യൂം ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഉണ്ടാക്കണം. അതല്ലാതെ എന്തെങ്കിലുമൊക്കെ സാധാരണ ഇവിടെ നോർമൽ ആൾക്കാർ ചെയ്യുന്നത് പോലെ വെറുതെ ഒരു റെസ്യൂം ഉണ്ടാക്കി കൊടുക്കലല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു എഞ്ചിനീയർ ആണെങ്കിൽ, മെക്കാനിക്കലാണെങ്കിലും ഇലക്ട്രിക്കലാണെങ്കിലും സിവിൽ എഞ്ചിനീയർ ആണെങ്കിലും, ആ സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ സിവിൽ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്തിട്ടുള്ള അതേ ബയോഡേറ്റ ആയിരിക്കണം ഉണ്ടായിരിക്കണം. ഏതാണോ അവൻ വേക്കൻസി, ഏത് ജോബിനാണോ അവൻ അപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ മിക്കവാറും ഈ സീക്കിൽ കൊടുത്തിട്ടുണ്ടാവും. അതിനനുസരിച്ച് വേണം നമ്മൾ ബയോഡേറ്റ പ്രിപ്പയർ ചെയ്തിട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ബയോഡേറ്റ പ്രിപ്പയർ ചെയ്ത് കൊടുത്താൽ യാതൊരു വിഷമവും ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ എൻ്റെ കരിയർ ഞാൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 2005-07 ആ കാലഘട്ടത്തിൽ എനിക്ക് ആദ്യം ജോലി അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നില്ലായിരുന്നു. നോക്കുമ്പോൾ എൻ്റെ ബയോഡേറ്റയിലുള്ള ഇഷ്യൂസ് ആയിരുന്നു, പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ എനിക്കതൊന്ന് പറഞ്ഞു തരാനായിട്ട് ആരും ഇല്ലായിരുന്നു. പക്ഷേ അത് നമ്മൾ വളരെ കൃത്യമായിട്ടൊരു ബയോഡേറ്റയൊക്കെ സെറ്റ് ചെയ്തിട്ട് അയക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ജോലി അവിടെ നമുക്ക് കിട്ടാൻ പറ്റും. വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, സ്കിൽ ലെവലിലുള്ള ജോബാണെങ്കിൽ അവർ നമ്മളെ ഹയർ ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് ആ സ്കില്ലുണ്ടോയെന്ന് കൃത്യമായിട്ട് പ്രാക്ടിക്കൽ ടെസ്റ്റോടുകൂടി മിക്കവാറും, പ്രത്യേകിച്ച് മെഷീനിങ് സൈഡിലൊക്കെയാണ് ഈ ടെസ്റ്റ് ചെയ്തിട്ട് അവർ ജോലി കൊടുക്കും.